ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. നാം എല്ലാവരും പലവിധ ആഘോഷങ്ങളും ആഘോഷിക്കാറുണ്ട്. മതപരമായ ആഘോഷങ്ങളും ദിനാഘോഷങ്ങളും അതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള മറ്റ് ആഘോഷങ്ങളുമെല്ലാം. പക്ഷെ ആഘോഷങ്ങളിൽ ഒരു വ്യത്യസ്തത പുലർത്തിക്കൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട അലിക്കാക്കയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. നമ്മളിതിനു മുമ്പ് കുറച്ച് വീഡിയോസ് ഇട്ടിരുന്നു. അന്നെല്ലാം സ്വാതന്ത്ര്യ ദിനത്തിലും അതുപോലെ തന്നെ റിപ്പബ്ലിക് ദിനത്തിലും അതുപോലെ ഓണാഘോഷങ്ങൾക്കിടയിലും പെരുന്നാൾ ദിനങ്ങളിലും ഒക്കെ അദ്ദേഹം മനുഷ്യന് ഉപകാരപ്രദമായ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന്റെ വീഡിയോസ്. ഇന്നിതാ ഈ കഴിഞ്ഞ ക്രിസ്തുമസ് ദിനത്തിലും അദ്ദേഹം അരീക്കോട് ഫുട്പാത്തുകളിൽ ഒക്കെ ആളുകൾ അലസമായി വലിച്ചെറിഞ്ഞിരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്ക് കാടിനകത്ത് നിന്ന് അദ്ദേഹം ശേഖരിക്കുകയാണ്. നോക്കൂ, നമ്മളെല്ലാവരും ആഘോഷ ദിവസങ്ങളിൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ ആഘോഷങ്ങളിലും അലിക്കാക്ക ആഘോഷങ്ങൾ കഴിഞ്ഞ ഉടനെ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ ഒരുപാട് വീഡിയോസ് ഞാൻ അതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും ജന്മദിനങ്ങൾ, അതുപോലെ തന്നെ വിവാഹ വാർഷികങ്ങൾ, അതുപോലെ മറ്റ് ആഘോഷങ്ങൾ ഒക്കെ ആഘോഷിക്കാൻ ആ സന്ദർഭങ്ങളിലും ഇതുപോലുള്ള മാതൃക നമ്മൾക്ക് പിൻപറ്റാവുന്നതാണ്. ഒരു മരം നട്ടുകൊണ്ടോ അഗതികൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടോ നമുക്ക് എല്ലാവർക്കും മാതൃക കാണിക്കാവുന്നതാണ്. ഇത്തരം ഒരു സന്ദേശം ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയുമാറാവട്ടെ എന്ന് സർവശക്തനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അലിക്കാക്കാന്റെ ഈ സംരംഭങ്ങൾക്ക് എല്ലാവരും എല്ലാവിധ പിന്തുണയും സഹകരണവും നൽകണമെന്ന് അപേക്ഷിക്കുകയാണ്. ഞാൻ ഈ ഇടക്കിടക്ക് അലിക്കാക്കാന്റെ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്തതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിലെ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതിന്റെ ഉത്തമ മാതൃകയാണ് അലിക്കാക്ക. ഇതിപ്പോ ഈ കാടുകൾ വെട്ടിത്തെളിച്ച് അവിടെയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണ് ഫുട്പാത്തിൽ കൂടി നടന്നു പോകുന്ന യാത്രക്കാർക്ക് ഉണ്ടാവുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ആ ഫുട്പാത്തിൽ കൂടി നടക്കാൻ കഴിയാതെ റോഡിലിറങ്ങിയാണ് പലരും, സ്ത്രീകളും കുട്ടികളും പ്രായമുള്ളവരും അടക്കം നടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇദ്ദേഹം നിരന്തരമായി ഈ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം കൊണ്ടുപോയി സംസ്കരിക്കുകയാണ്. ഇത് മഴക്കാലമായി കഴിഞ്ഞാൽ ഇതെല്ലാം ഓവുചാലിലേക്ക് ഇറങ്ങിയിട്ട് അവസാനം ചാലിയാർപ്പുഴയിലേക്കാണ് പോകുന്നത്. നമ്മുടെ കുടിവെള്ളം മലിനമാവുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഓടകളൊക്കെ അടഞ്ഞു പോയിട്ട് ഡ്രൈനേജൊക്കെ അടഞ്ഞിട്ട് വെള്ളക്കെട്ടുകൾ ഉണ്ടാവുന്നു. ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ഒരു പരിഹാരമാണ് അലിക്കാക്കാരി പ്രവർത്തനം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോസിൽ വീണ്ടും കാണാം. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ജയ് ഹിന്ദ്.